നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC ഇന്ന് നടത്തിയ LDC തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് പേർക്ക് ഇന്ന് എക്സാം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. ഒരുപാട് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പരീക്ഷ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏതാണ്? ശരിയായ കാലഗണനാക്രമം: ചാന്നാർ ലഹള, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം എന്നതാണ്. ബി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1, 3, 4 പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. 1947 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഇത് 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത്, നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏത്? 2ഉം 4ഉമാണ് ബന്ധമില്ലാത്തത്. അപ്പൊ ബന്ധമുള്ളത് 1949 സ്ഥാപിതമായി. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. കറണ്ട് അഫെയറിൽ പറഞ്ഞതാ സ്വീഡനാണെന്ന്. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി 3 മാത്രമാണ്. 3 മാത്രം. ബാക്കിയെല്ലാം ശരി. റോബിസ്പിയർ, ജേക്കോബിയൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ്, VA ലെനിൻ, ലോങ് മാർച്ച്, മാവോ സേതു. താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണ്. 1987 ജനുവരി 20 അന്തരിച്ചു. ശരി. 1987 ഭാരതരത്ന ലഭിച്ചു. ശരി. ഖുദായ് ഖിദ്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത്? 1ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഇത് രൂപീകരിച്ചത് 1953 ഫസൽ അലി, HN ഖുൻസ്രു എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പില് LDC കോഴ്സ് എടുത്ത ആൾക്കാർ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിച്ച കാര്യം അതുപോലെ തന്നെ നമ്മളിട്ട മോക്ക് ടെസ്റ്റിൽ നിന്നും അതുപോലെ പറഞ്ഞ റിലേറ്റഡ് ഫാക്റ്റിൽ നിന്നും ക്ലാസ്സിൽ നിന്നും ഒക്കെ അതുപോലെ തന്നെയാണ് ചോദ്യങ്ങൾ വന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. നമ്മളിങ്ങനെ ഒരു സംരംഭം തുടങ്ങി ഈ ഒരു പരീക്ഷയെ ലക്ഷ്യമാക്കി പഠിച്ചു വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നവർക്ക് എക്സാം ഹാളിൽ കാണാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്നെ വിശ്വസിച്ച് ആപ്പ് എടുത്ത് നമ്മുടെ കൂടെ മുന്നോട്ട് വന്നവർക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഈ ഒരു പരീക്ഷയിലൂടെ അവർക്ക് കിട്ടിയത്. ഒരുപാട് സന്തോഷം. മനസ്സ് നിറഞ്ഞാണ് ഞാൻ ഈ ആൻസർ കീ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC, LGS സെക്രട്ടേറിയറ്റ്, OA മുതലായ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. ഇനി വരുന്ന ഫേസുകളിൽ LDC എക്സാം ഉള്ളവരും LGSന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും സെക്രട്ടേറിയറ്റ് OAക്ക് പ്രിലിംസും മെയിൻസും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. LDCയുടെ പാക്കേജ് ഇപ്പം 999 രൂപയാണ് ഫീസ്. ഫുൾ സിലബസ് കവർ ചെയ്ത് ഞാൻ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. കറണ്ട് അഫെയർസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, SCRT എല്ലാം കൂടി ചേർന്നൊരു പാക്കേജാണ്. പിന്നെ ഡൗട്ട് എപ്പോൾ വേണമെങ്കിലും എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഡിസംബർ 31 വരെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ LDC എക്സാം കഴിഞ്ഞാലും ഈ വർഷം വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് തന്നെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫുൾ PDF നോട്ട്സും ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്തു. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായ പ്രസ്താവനകൾ 1ഉം 3ഉമാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? അഗുൽഗാസ് പ്രവാഹമാണ്. അഗുൽഗാസ് പ്രവാഹം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് എന്നുള്ളത്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? NW3.
2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്നുള്ളത് തെറ്റാണ്, അത് ശരിയല്ല. അപ്പൊ ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരി, 4ാമത്തേത് തെറ്റ്. ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന് അനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ശരിയായ സ്ഥാനക്രമം: 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് നെല്ലാണ്, 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗോതമ്പാണ്, 3ാം സ്ഥാനത്ത് ചോളമാണ്, 4ാം സ്ഥാനത്ത് പയറുവർഗ്ഗങ്ങളാണ് നിൽക്കുന്നത്. ബി ആണ് ഉത്തരം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? ആദ്യത്തേത് ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം, 2ാമത്തേത് ഭൂപരിഷ്കരണം, 3ാമത്തേത് ബാങ്ക് ദേശസാൽക്കരണം, 4ാമത്തേത് 500,000 നോട്ടുകളുടെ നിരോധനം എന്നിവയാണ്. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രസ്താവന സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ശരി. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തുന്നതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യം നടപ്പിലാക്കി. ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ് എന്നുള്ളതും ശരിയാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഇവിടെ ആദ്യത്തേത് അടൽ ഇന്നവേഷൻ മിഷൻ, സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. മെഥനോൾ സമ്പദ്ഘടന, എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക. സഹകരണ ഫെഡറലിസം, സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ, ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 2ഉം 3ഉം ശരിയാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി യോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളവ ശരിയാണ്. ബാക്കി 2ഉം തെറ്റാണ്. 1ഉം 4ഉം തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. ഇത് 2ഉമാണ് ശരി. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. ഇത് 2ഉം ശരി. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. ഇത് 2ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? ഉചിതമായ പ്രസ്താവന: മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ചെയർമാൻ. മുൻ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു എന്നുള്ളത്.
അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ്. മൻസുഖ് മാണ്ഡവ്യ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? 15ാമത്തെ പ്രസിഡന്റ്. ശരിയാണ്. 15ാമത്തെ പ്രസിഡന്റ് 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. രണ്ടും ശരി. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. ഈജിപ്ഷ്യൻ പ്രസിഡന്റാണ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹസാന്ത്വനം പദ്ധതി സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ്. ഒന്നാണ് ശരി. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏറ്റവും യോജിക്കുന്നവ, പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത്? വാത്സല്യ നിധി പദ്ധതി പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യ നിധി. കൂടാതെ പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. അടുത്തത്, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ എം ഷാജർ ആണ്. എം ഷാജർ. അടുത്തത്, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം വിരമിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആയിരുന്നു വരേണ്ടത്. ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ഇന്നത് കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന. മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവനകൾ: വെള്ളനിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. മഞ്ഞനിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു എന്നിവയാണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡൻ ആണ്. ടെൻഡൻ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം കമ്മ്യൂണിറ്റി റിസർവുകൾ. കമ്മ്യൂണിറ്റി റിസർവുകൾ. ദ്രാവക അവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ദ്രാവക അവസ്ഥയിലുള്ള യോജക കല രക്തമാണ്. രക്തം. മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? കരളാണ്. കരൾ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏത്? അക്രോമെഗാലി. അക്രോമെഗാലി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം ആണ്. ലൈസോസൈം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? മിഠായി എന്ന പദ്ധതിയാണ്. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? സൗദി അറേബ്യ. 2 തവണ ബോണസ് ആയിട്ട് കിട്ടിയ ഒരു മാർക്ക്. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 kg മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ഉത്തരം 2 ജൂൾ ആണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി സെൽഷ്യസ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണ്? ഓഗസ്റ്റ് 23. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്ത്? ആദിത്യ L1. രാജദ്രാവകം അക്വാറീജിയ എന്നാൽ നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 എന്ന റേഷ്യോയിൽ. ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം ഏത്? 0 കാർബൺ സാഞ്ചിയാണ്. സാഞ്ചി. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്?
സോഡിയം അമാൽഗമാണ്. ട്രൂ സൊല്യൂഷൻ. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ഏത്? സിങ്ക് ബ്ലെൻഡ് സിങ്ക് സൾഫൈഡ് ആണ്. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അപ്പുക്കിളി ഖസാക്കിന്റെ ഇതിഹാസം. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? സർക്കസ് ആണ്, സർക്കസ്. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? തിക്കോടിയൻ കുഞ്ഞനന്ദൻ നായരാണ്. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ബാക്കിയം ഉള്ളോർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികളാണിത്? മുഹൈദ്ദീൻ മാലയിലെ വരികളാണിത്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചന ഏത്? ഒരു ദേശത്തിന്റെ കഥ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആര്? പ്രജ്ഞാനന്ദയാണ്. അടുത്ത ചോദ്യം, മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? കേരള വന ഗവേഷണ കേന്ദ്രം. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ് ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ജിഗാബൈറ്റ് ആണ്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? എഡ്ജ് മൈക്രോസോഫ്റ്റ് ആണ്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആണ്. ആൻഡ്രോയിഡ് ഗൂഗിൾ ആണ്. ഇത് മൂന്നും ശരി. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ ചേരാത്തത് ക്യാൻ ആണ്. ബാക്കിയൊക്കെ എന്താണ്? നെറ്റ്വർക്കുകളുടെ പേരുകളാണ്. താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത്? ടെലഗ്രാം ആണ്. ഡീപ് ഫേക്ക് എന്നാൽ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നത്. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? സംസ്ഥാനത്തിലെ ഗവർണറാണ് നിയമിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ നിസ്വാർത്ഥ സേവനങ്ങളാണ്. ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. പ്രവർത്തനങ്ങൾ എന്തൊക്കെ? ഭരണഘടന പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക. ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈ പറഞ്ഞവയെല്ലാം മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം. എല്ലാം ശരിയാണ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം? നേരത്തെ ചോദ്യത്തിലെ 2012 പോക്സോ നിയമം എന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2012. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? PSC മാറ്റിയിട്ടില്ല. ഉത്തരം ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര എന്ന് തന്നെയാണ് കൊടുത്തത്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? രേഖ ശർമ്മയാണ്. രേഖ ശർമ്മ. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? 15%. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഏത്? 138. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരും? 2 മണിക്കൂർ 15 മിനിറ്റ് ആണ്. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? 2k+1 × 2⁵ = 2�7. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് 1. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? 30 ദിവസമാണ് എടുക്കുന്നത്. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഒറ്റയാൻ 33442. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? തെക്കാണ്. ഹെലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്താണ്? ZRUOG. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്?
4, 7, 12. അടുത്ത് വരുന്ന സംഖ്യ ഏതാണ്? 19. എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഡിവൈഡ് ബൈ എന്ന ചിഹ്നത്തെയും ഡി ഇൻറ്റു എന്ന ചിഹ്നത്തെയും സൂചിപ്പിച്ചാൽ 18 എ 12 സി 6 ഡി 2 ബി 5 എത്രയാണ്? ഉത്തരം 17 ആണ്. 17. The tourist guide along with the tourist dash arrived. ഉത്തരം has arrived. Let's go for a walk dash. Let's go for a walk shall we? Change to indirect speech. He says I am attending a training. ഇതിന്റെ indirect speech ആണ് ചോദിച്ചേക്കുന്നത്. He says that he is attending a training. If I had money I dash the poor. Would help ആണ്. The doll belongs dash the child. Belongs to the child. Identify the correct spelling. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. The idiom bone of contention means. Bone of contention subject of dispute. കാരണത്തിന്റെ തർക്കത്തിന്റെ ഹേതു. The dash of wolves howled at the moon. അപ്പോൾ wolvesന്റെ കളക്റ്റീവ് നൗൺ ആണ് ചോദിച്ചിരിക്കുന്നത്. Pack of wolves. Identify the synonym for amendment. ഭേദഗതി എന്നുള്ളത് മോഡിഫിക്കേഷൻ ആണ്. Identify the antonym for deficit. ഡെഫിസിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് സർപ്ലസ്. സർപ്ലസ്. അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? സന്തതിയില്ലാത്തവൻ. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത്? ശരിയായിട്ടുള്ള പദം കവയിത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏതാണ്? സലിംഗ ബഹുവചനം പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ചുരുക്കി പറയുക എന്നുള്ളത്. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പിഞ്ഞാണ വർണ്ണം, പിഞ്ഞാണത്തിന്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? പുട്ട് ഔട്ട് അണയ്ക്കുക എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആരാണ്? ദ്രൗണി എന്നാൽ അശ്വതാത്മാവാണ്. അശ്വത്ഥാത്മാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ചിന്മുദ്ര, ചിത് അധികം മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കേരള പാണിനി AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതാണ്? വിശ്വസ്തനാണ്. അപ്പൊ ഈ ചോദ്യപേപ്പർ നോക്കുമ്പം മലയാളം ഈസി ആയിരുന്നു. ഒരു 10 9 മാർക്കെങ്കിലും വാങ്ങാൻ പറ്റും. ഇംഗ്ലീഷ് ഈസി ആയിരുന്നു. മാത്സ് ആൻഡ് മെന്റലിറ്റി വളരെ ഈസി ആയിരുന്നു. അധികം ഒന്നും കുഴപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടില്ല. പൊതുവെ അധികം ബുദ്ധിമുട്ടിക്കാതെ കടന്നുപോയ പരീക്ഷയായിരുന്നു LDC ട്രിവാൻഡ്രം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇനി വരുന്ന ഫേസുകളിൽ, വരുന്ന ജില്ലകളിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാർ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ മുടങ്ങാതെ കാണുക. ചാനലിൽ നിന്ന് ഒരുപാട് ചോദ്യവും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.